ബേസിക്കലി കഥ നടക്കുന്നത് തമിഴ്നാട്ടിൽ തന്നെയാണ്. കുറ്റാലം എന്ന് പറയുന്ന കുറ്റാലം തെങ്കാശി സ്ഥലമാണ്. ശരിക്കും കുറ്റാലം തെങ്കാശിക്ക് ഒരു കേരള ആംബിയൻസ് ആണ്. കാരണം ഇതേപോലെ മഴയും ഇതേപോലെ പച്ചപ്പും അവിടെയുണ്ട്. അപ്പോൾ ശരിക്കും അവിടുത്തെ സ്ലാങ് വരെ ഒരു കുറച്ച് മലയാളി ചുവയുള്ളതാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ തൊടുപുഴ വന്ന് വർക്ക് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതേപോലെ ഉദ്ദേശിച്ച വീട് കിട്ടിയില്ല. പക്ഷേ ഇതേ കൃഷിയും ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഓർത്ത് എന്നാൽ ഇത് ചെയ്ത് തൊടുപുഴ തന്നെ വന്ന് ഷൂട്ട് ചെയ്യാം. കാരണം എല്ലാം അവിടെ ലൊക്കേഷൻ കുറച്ച് സ്കേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അത് എക്സ്റ്റീരിയർ എല്ലാം ഞങ്ങൾ അവിടെ ഒരുമാതിരി വർക്ക് ചെയ്തു. പിന്നെ വീട് അങ്ങനെയുള്ള അതിൻ്റെ ജംഗ്ഷൻ കവല അതെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ റീക്രിയേറ്റ് ചെയ്യാണ് മലയാളം ദൃശ്യം ചെയ്ത പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും കുറ്റാലവും ഈ പറഞ്ഞ കേരളവും തമ്മിൽ ഏതാണ്ട് ഒരേ ലുക്കാണ്. There can only be one reason for me, Kamal sir. ഞാൻ ഏറ്റവും കൂടുതൽ എപ്പിറ്റമി ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരാളാണ് കമൽ സാർ. കമൽ സാറിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റും. അതായത് ദിസ് വിൽ ബി മോർ ലൈക്ക് ഒരു കോച്ചിങ് ക്ലാസ് ഫോർ മീ. സോ ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഞാൻ പാപനാസത്തിൻ്റെ സെറ്റിലേക്ക് വന്നത്. ബിക്കോസ് എവറി ഡേ എവറി ഷോട്ട് എനിക്ക് ഒത്തിരി പഠിക്കാൻ കിട്ടുമെന്നുള്ള ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആൻഡ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് ടു വർക്ക് വിത്ത് കമൽ സാർ. യാ, പിന്നെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. അപ്പം സെൽവി എന്നുള്ള ക്യാരക്ടർ ഏറ്റവും നല്ലപോലെ പ്ലേ ചെയ്യാൻ പറ്റണം. എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. ഞങ്ങൾ വൈഡ് ആംഗിൾ എപ്പോഴും ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം വി ആർ നോട്ട് പ്രൊഡ്യൂസേഴ്സ് ഹു സിറ്റ് ഇൻ ദി ഓഫീസ് ആൻഡ് റൺ എ പ്രൊഡക്ഷൻ. ഞങ്ങൾ എപ്പോഴും വി ആർ ഓൺ ദ ഫീൽഡ്. ഐ എം ഹിയർ ടുഡേ, ഐ എം ഹിയർ ഫോർ ഓൾ മൈ എല്ലാ ഫിലിം ഷൂട്ടിനും ഐ എം ദെയർ. And we take interest in little things, and those little things matter because end of the day a producer also needs to keep a handle on what is the cost. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, എത്രയും എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ നോക്കുക, അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. ആൻഡ് ഒരു ഇൻട്രാക്റ്റീവ് പ്രോസസ്സായിട്ടാണ് ഞങ്ങളെപ്പോഴും ഒരു സിനിമ എടുക്കുന്നത്. വൈഡ് ആംഗിൾ എപ്പോഴും ഡയറക്ടറായിട്ടും ക്യാമറമാനായിട്ടും ഞങ്ങൾ മിക്ക ദിവസവും ഇൻട്രാക്ട് ചെയ്യും. കോസ്റ്റ് ഫാക്ടർ മാത്രമല്ലാതെ ക്രിയേറ്റീവിൽ ഞങ്ങൾ ഇൻ്റർഫിയർ ചെയ്യുമെങ്കിലും വി ആർ അവെയർ ഓഫ് എക്സാക്ട്ലി വാട്ട് ഇസ് ഹാപ്പനിങ് എവറി ഡേ. സോ അങ്ങനെ ഒരു പ്രോസസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ഒത്തിരി പേരുകൾ ഞങ്ങൾ ആക്ച്വലി ഇത് ചെയ്തു. അതിനകത്ത് മാമിൻ്റെ ഗൗതമി മാം ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ വളരെ അദൃശ്യമായിട്ട് വേറൊരാൾ പറഞ്ഞാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ കമൽ സാറിനോട് ചോദിച്ചപ്പോൾ അത് കമൽ സാർ പറഞ്ഞു, അത് എൻ്റെ വൈഫായതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, ഷീ ഈസ് പെർഫെക്റ്റ്ലി ഫിറ്റ് ഫോർ ദാറ്റ് ക്യാരക്ടർ, അതുകൊണ്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ സൈറ്റ് വെച്ചാൽ ഓക്കെ യു ഡിസൈഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണ് ഇതിലേക്ക് വന്നത്. ആൻഡ് ഇറ്റ്സ് എ കം ബാക്ക് ഫോർ ഹെർ. കമൽ സാറിനെ കുറിച്ചിട്ട് ഇൻഡസ്ട്രി മുഴുവൻ അറിയാം. അദ്ദേഹം ഭയങ്കര ഷാർപ്പാണ്, ഭയങ്കര വിജിലൻ്റാണ്. ഇത്തരം കാര്യങ്ങളെ ഇതിൻ്റെ എല്ലാ ടെക്നിക്സിനെ കുറിച്ചിട്ടും അഗാധമായ നോളജ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ശരിക്കും ഇതിൻ്റെ ഒരു ലൊക്കേഷനിലേക്ക് ഞാൻ അദ്ദേഹം വരുന്നു എന്നറിയുന്ന ആ സമയത്ത് ഞാനുണ്ടായിരുന്നത്. പക്ഷെ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നേരെ ഓപ്പോസിറ്റായിരുന്നു. ഇവരും വളരെ കൂൾ, വളരെ ഫ്രണ്ട്ലി. എന്ത് സംശയം ചോദിച്ചാലും ഓൺ സ്പോട്ട് പറഞ്ഞു തരാൻ ഒരു ആസ് എ ടീച്ചർ അങ്ങനെ. പിന്നെ അതിലുപരി എല്ലാ സമയവും വന്ന് ഫ്രീ കിട്ടുമ്പോൾ എല്ലാ സമയത്തും സിനിമകളെക്കുറിച്ച് മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു ക്യാമറയുണ്ട്, അത് ഇന്നതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ ഇന്ന സിനിമാറ്റോഗ്രാഫർ അത് ഉപയോഗിച്ചിരുന്നു, അത് ഇങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് കൂടുതലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന ഒരു ഫീലാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുക. ടെക്നിക്കൽ സൈഡിൽ ക്യാമറാമാൻ സുജിത്തും എഡിറ്റർ അയൂബ് ഖാനും, ആർട്ടിസ്റ്റ് സൈഡിൽ ഈ പറഞ്ഞ പോലെ ആശാ ശരത്തും നമ്മുടെ റോഷൻ, എസ്തർ, ഇവരാണ് മലയാളത്തിലുണ്ടായിരുന്ന ആൾക്കാർ. ഇപ്പോൾ തമിഴിലുള്ളത് ഇവരൊക്കെയാണ്. ദൃശ്യം മലയാളം ചെയ്തു, തെലുങ്ക് ചെയ്തു, ഇപ്പോൾ തമിഴ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ വീണ്ടും ജിത്തു അങ്കിളുടെ കൂടെ, പിന്നെ ഏറ്റവും വലിയ കാര്യം കമൽ ഹാസൻ അങ്കിളുടെ കൂടെ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് നന്നായി തോന്നുന്നു. കാരണം എനിക്കതിനകത്ത് നന്നായി ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഇപ്പം തമിഴിലും കിട്ടിയത്. സോ എല്ലാം കൊണ്ടും നന്നായി തോന്നുന്നു.
മൂന്ന് അച്ഛന്മാരും 3 പേരും ഡിഫറെൻ്റ് ആണ്. 3 പേരും 3 ലാംഗ്വേജ് എന്നുള്ളതാണ് ആക്ച്വലി. സോ ഫസ്റ്റ് അച്ഛൻ ലാലങ്കിൽ നല്ല അടിപൊളിയായിരുന്നു വർക്ക് ചെയ്യാൻ. മലയാളത്തിൽ നല്ലൊരു മലയാള അച്ഛൻ. ആൻഡ് തെലുങ്കിൽ ഞാൻ ഒറ്റപ്പാടേ ചെയ്തിട്ടുള്ളൂ അറ്റ് വെങ്കടേഷ് അങ്കിളുടെ കൂടെ. സോ അവിടുത്തെ ഒരു വലിയ സ്റ്റാറാണ്. സോ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ കമൽഹാസൻ അങ്കിളുടെ കൂടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതുവരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. നന്നായി ഹെൽപ്പ് ചെയ്യും. ആൻഡ് നല്ല ഫണ്ണാണ് സെറ്റിൽ. സോ 3 അച്ഛന്മാരും 3 രീതിയിലും നന്നായിട്ടുണ്ട്.